ഇപ്പൊ ഇത്ര നാള് നിന്നതിൽ എന്ത് തോന്നുന്നു അങ്കിളിന്? സന്തോഷം. സന്തോഷം. കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ വരുന്നുള്ളൂ. അല്ലല്ല, വോട്ടിംഗ് കഴിയണേക്ക് മുമ്പ് ഒരു 2-3 ദിവസത്തെ അതേ ഉള്ളൂ. മണിക്കൂറുകൾക്ക് മുമ്പ് അത്രേ ഉള്ളൂ. അല്ലാതെ നേരത്തെ മാസങ്ങൾ മുമ്പ് 6 ദിവസം 30 ദിവസം അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ ശൈത്യയെ കട്ടപ്പ എന്ന് ശൈത്യയുടെ അമ്മ തന്നെയാണ് ആദ്യം അഭിസംബോധന ചെയ്തത്. അതും ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക്. ബിഗ് ബോസ് സീസൺ 7 കപ്പ് ആരാണ് തൂക്കുന്നത് എന്ന് നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാം. സംഭവം നമുക്ക് കൺഫേം ആയിട്ട് കുറച്ച് നേരം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ സാധിക്കും. അപ്പം ആരാണെങ്കിലും അത് അർഹതപ്പെട്ട ആളെ കയ്യിൽ തന്നെ കിട്ടട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത്. കാരണം ഈ ഒരു ഷോ സർവൈവൽ ഷോ ആണ്. ആരാണോ സർവൈവ് ചെയ്ത് മുമ്പിൽ എത്തി എന്ന് ജനങ്ങൾ അത് മനസ്സിലാക്കി വോട്ട് കൊടുത്തിട്ടുള്ളത്, അയാൾ തന്നെ ജയിക്കണം. പിന്നെ ലാസ്റ്റത്തെ തുപ്പിയുടെ ലൈവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, ലാസ്റ്റത്തെ ഈ അഖിൽ മാരാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് പുള്ളി പറഞ്ഞ റോങ് തന്നെയാണ്. കാരണം പൈസ മേടിച്ചിട്ടുണ്ട് എന്ന് പുള്ളിക്ക് തെളിവില്ലാതെ, അതിൻ്റെ ഒരു പ്രൂഫ് കാണാതെ പുള്ളി അങ്ങനെ പറഞ്ഞത് മോശമായിപ്പോയി. പക്ഷേ എന്നാൽ തുപ്പിക്ക് അതൊരു, ഇവർ രണ്ടുപേരെ ഭാഗത്തും തെറ്റുണ്ട്, ന്യായീകരിക്കുമല്ല, രണ്ടുപേരെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പം തുപ്പി ഈ പറഞ്ഞിട്ടുള്ള ആർക്ക് വോട്ട് കൊടുക്കണമെന്ന് തുപ്പിയുടെ ഇഷ്ടമാണ്. പക്ഷേ അത് തുപ്പിയെ ഫോളോ ചെയ്ത് വെച്ചേക്കുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്, ബലം പിടിച്ച് ചെയ്യിപ്പിക്കുന്നത്, അത് തെറ്റാണ്. എന്നാൽ ഈ ഒരു ഷോ കണ്ട് ആ ഷോ വിലയിരുത്തിയിട്ട് ആ ഷോയിൽ ആരാണ് സർവൈവ് ചെയ്തിട്ടുള്ളത്, ആ അർഹതപ്പെട്ട ആൾക്ക് തന്നെ വോട്ട് കിട്ടണമെന്നാണ് ഞാനും കരുതുന്നത്. കാരണം അങ്ങനെ ഇപ്പം ഇങ്ങനെ ഒരു ലൈവിൽ വന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് അത് ആകെ അതൊരു ഇതില്ലാത്ത രീതിയിലായി പോവും, ഒരു ഫെയർ അല്ലാത്ത രീതിയിലായി പോവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം രണ്ടുപേരെ കയ്യിലും തെറ്റുണ്ട്. എന്നാലും ഇവർ രണ്ടും വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫൈറ്റായിരുന്നു. ചുമ്മാ അവരെ അതൊക്കെ എന്തൊരു, സത്യം പറഞ്ഞാൽ അതൊക്കെ ഇത് വേണ്ടാത്ത പരിപാടിയാണ് അതൊക്കെ, അല്ലേ? അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പം എന്തായാലും അനുവിൻ്റെ PR, അനുവിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വിനുവിൻ്റെ അക്കൗണ്ടിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. തൊപ്പിയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് 3G എന്നുള്ള രീതിയിലാണ് ഇട്ടേക്കുന്നത്. തൊപ്പി 3G ആയിട്ടുണ്ട്, അനു വിന്നറായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം, ആൻസർ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, അനു കപ്പടിക്കുമോ അതോ അനീഷ് കപ്പടിക്കുമോ എന്ന് നോക്കാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുവിൻ്റെ ഫാദറിൻ്റെ ഇപ്പം ഒരു പുതിയൊരു വീഡിയോ വന്നിട്ടുണ്ട്. പുള്ളിക്കാരൻ ഒരു ഓൺലൈൻ ചാനലിന് കൊടുക്കുന്ന വീഡിയോക്കകത്ത്, ബൈറ്റിനകത്ത് ഇതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് നോക്കാം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അവിടെ വിജയിച്ചു വരട്ടെ. ഇപ്പൊ ഇത്ര നാള് നിന്നതിൽ എന്ത് തോന്നുന്നു അങ്കിളിന്? സന്തോഷം. സന്തോഷം. ഈ ചുറ്റുപാടുള്ള ആൾക്കാരായിട്ട് അനുഭവം എങ്ങനെയാണ് ഇവിടുത്തെ? നല്ലതാണ്. പിന്നെ ഇപ്പൊ വോട്ടിംഗ് അവസാനിച്ചിരിക്കുന്നതാണ്. അപ്പൊ അനുമോള് കപ്പടിക്കാൻ ചാൻസ് ഉണ്ടോ? അച്ഛൻ്റെ ഒരു ഇതെന്താ കാഴ്ചപ്പാടിലുണ്ടാവും? എനിക്ക് ഇതുവരെ അങ്ങനെ വിശ്വാസമില്ല. പിന്നെ കപ്പടിച്ചാൽ അവളെ ഭാഗ്യം, നമ്മളെ ഭാഗ്യം. അങ്ങനെ ഉറപ്പിച്ച് പറയാനുള്ള ഇതല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ നല്ല വിഷമമുണ്ട്. കാരണം അതങ്ങനെ ആണല്ലോ. കാരണം ഇത്രയും ബുള്ളിങ്ങും ഡീഗ്രേഡിങ്ങും ഒക്കെ അനുഭവിച്ച് പബ്ലിക്കിൽ അത്രമാത്രം അറപ്പുളവാകുന്ന ചീത്ത വാക്കുകളൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അനു കേട്ടിട്ടുള്ളത്. ഇതുപോലെ വേറൊരു കണ്ടസ്റ്റൻസ് അതിനകത്ത് കേട്ടിട്ടില്ല, ഇത്രയും ചീത്ത വാക്കുകളും കുത്തുവാക്കുകളൊക്കെ, അല്ലേ? ഡീഗ്രേഡിങ്, ബുള്ളിങ്ങൊക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു മറ്റേ ശൈത്യോ അല്ലെങ്കിൽ ഈ ബിൻസിയോ അവരെ കയ്യിൽ നിന്ന് വരുത്തി വെച്ച കുറച്ച് കുഴപ്പങ്ങൾ കൊണ്ടാണ് അവരെ ഈ അല്ലാതുള്ള വേഡ്സുകൾ ഉപയോഗിക്കുന്നത്. കട്ടപ്പ എന്നുള്ള, അതും പിന്നെ വിഷം എന്നൊക്കെ ഉപയോഗിക്കുന്നത് അവർ വരുത്തി വെച്ചതാണ്. പക്ഷേ ഇവിടെ അനുവിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരി അങ്ങനെ ഒന്നും ചെയ്യാതെ തന്നെയാണ് PR മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ PR പുള്ളിക്കാരി അങ്ങനെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരുന്നത്, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് പുള്ളിക്കാരനും വിഷമം കാണും. പിന്നെ കപ്പടിച്ചാലും അടിച്ചില്ലെങ്കിലും സന്തോഷം എന്നാണ് പുള്ളിയും പറയുന്നത്. പിന്നെ അതുപോലെ തുപ്പിയുടെ കാര്യം കൂടെ പറയുന്നുണ്ട്, അതും കൂടെ കേട്ടു നോക്കാം. അങ്ങനെ ഉറപ്പിച്ച് പറയാനുള്ള ഇതല്ല. ഇപ്പൊ ഇന്നലെ ഒരു പ്രശ്നത്തെ പറ്റി കണ്ടായിരുന്നു അച്ഛൻ, ആ തൊപ്പി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ. അപ്പൊ അത് ഈ അവസാന നിമിഷത്തിൽ ഒരു ഇത് വഴിത്തിരിവായി മാറാം. അത് നേരത്തെ ഉള്ളതല്ലേ, ഇപ്പൊ ഉടനെ ഇങ്ങനെ ഒരു ആയോ വന്നല്ലേ, അതുകൊണ്ട് അതിലൊന്നും ഒരു വിഷയമല്ല. ഇല്ല, ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ വോട്ടിംഗ് അവസാനിച്ചിട്ട് ഇപ്പൊ കുറച്ച് മണിക്കൂറുകൾ ആവണുള്ളൂ. അപ്പൊ ആ വോട്ടിംഗ് അവസാനിക്കണ മുമ്പാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ അഖിൽ മാരാർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്നത്. ഇപ്പൊ ഈ വോട്ടിംഗ് കഴിഞ്ഞിട്ടല്ലേ ഇങ്ങനെ വരുന്നത്? അല്ലല്ല, വോട്ടിംഗ് കഴിയണേക്ക് മുമ്പ് ഒരു 2-3 ദിവസത്തെ അതേ ഉള്ളൂ, മണിക്കൂറുകൾക്ക് മുമ്പ്, അത്രേ ഉള്ളൂ. അല്ലാതെ നേരത്തെ മാസങ്ങൾ മുമ്പ് 6 ദിവസം 30 ദിവസം അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അത് ഓരോരുത്തർ ഇങ്ങനെ അനുമോളി ബിഗ് ബോസിൽ ഇത്ര ദിവസം. ഇപ്പൊ തുപ്പിയുടെ കാര്യം എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ലാസ്റ്റത്തെ 2 ദിവസം നിൽക്കുമ്പോഴല്ലേ തുപ്പി വോട്ടിങ്ങുമായിട്ട് വന്നിട്ടുള്ളത്. ഒരു ദിവസം മുമ്പേ അല്ലേ തുപ്പി വോട്ടുമായിട്ട് വന്നിട്ടുള്ളത്, അനീഷിന് വോട്ട് ചെയ്യണമെന്ന്. അപ്പം പുള്ളിക്കാരൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആൾക്കാരെ വോട്ടിങ്, അതും മൊത്തം വോട്ടിംഗ് കൂടെ എടുത്ത് അവർ കാൽക്കുലേറ്റ് ചെയ്ത് വിലയിരുത്തുന്നത്.
അപ്പോൾ 2 ദിവസത്തെ വോട്ടിങ്ങിന് കാലും മുമ്പ് ചെയ്തിട്ടുള്ള 2-3 ദിവസത്തെ വോട്ടിങ്, ആ ഒരാഴ്ചത്തെ ഫുള്ള് വോട്ടിങ് എടുത്തു കഴിഞ്ഞാൽ അനുവിന് നല്ലൊരു വോട്ടിംഗ് ഭൂരിപക്ഷം ഉണ്ടായിരിക്കും എന്നാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. പിന്നെ കപ്പടിച്ചാലും അടിച്ചില്ലേലും സന്തോഷമേ ഉള്ളൂ എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. കാരണം ആ കൊച്ചിൻ്റെ ജീവനെങ്കിലും തിരിച്ച് കിട്ടിയല്ലോ എന്നാണ് അനുവിൻ്റെ അച്ഛൻ ഇത് പറയുന്നത് കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്ന കാര്യം. കാരണം അങ്ങനെ ആണടി. കാരണം നമ്മൾ ഒരു മാനസികമായിട്ട് എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഭാഗ്യം, ഇത്രയും നല്ല നമ്മൾ ഈ അനു സ്ട്രോങ് അല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പുള്ളിക്കാരൻ നല്ലൊരു സ്ട്രോങ് ആണ്, നല്ലൊരു മനസ്സിന് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മനസ്സുള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും ദിവസം പിടിച്ചിരുന്നത്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത്രയും ബുള്ളിങ്ങും ഇതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ മാനസികമായിട്ട് ഡൗൺ ആയി പോവും, അല്ല മാനസിക രോഗം വല്ലതും ആയി പോവും അല്ലേ. എന്നാൽ ആ രീതിയിലുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ പുള്ളിക്കാരിക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ സർവൈവ് ചെയ്ത് ഈ ഒരു 100 ദിവസം നിൽക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കളിച്ച കാര്യമല്ല. നമുക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ ഇരുന്ന് പറയുന്നത് പോലെയല്ല, ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ പറയുന്ന പോലെയും വിമർശിക്കുന്ന പോലെ അല്ല. അവിടെ ഈ പറഞ്ഞിട്ടുള്ള, എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ വിമർശിച്ചിട്ടുള്ള കണ്ടസ്റ്റൻസ് തന്നെ ആയിക്കോട്ടെ, ഇപ്പം അവരവിടെ നിൽക്കുന്ന അവരെ ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് അഭിപ്രായങ്ങൾ പറഞ്ഞ് വിമർശിക്കുന്നത്, അല്ലാതെ പേഴ്സണലി അവരോട് ദേഷ്യമുള്ളതുകൊണ്ടല്ല. ഇപ്പോൾ ശൈത്യ ആയിക്കോട്ടെ, ബിന്നി ആയിക്കോട്ടെ, ഇപ്പം ആദില, നൂറ, ഇവരൊക്കെ ആയിക്കോട്ടെ, ഇവരെയൊക്കെ ഞാനും വിമർശിച്ചിട്ടുള്ള ആളാണ്. അപ്പം ഇവരെയൊക്കെ ഒരു ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അവിടുത്തെ ഒരു സാഹചര്യം കൊണ്ടായിരിക്കാം അവർക്കും കൈവിട്ട് പോയിട്ടുള്ളത് അല്ലേ. ഇപ്പം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പുറത്തുനിന്ന് പറയുന്ന പോലെ അല്ല, അവിടെ സർവൈവ് ചെയ്ത് മുമ്പോട്ട് ഒരു ദിവസമെങ്കിലും ഒരു മിനിറ്റ് സർവൈവ് ചെയ്ത് മുമ്പോട്ട് പോകുന്നത് ഇച്ചിരി പാടുള്ള കാര്യം തന്നെയാണ്. പിന്നെ കുറച്ചെങ്കിലും ഈസി ആയിട്ട് തോന്നിയിട്ടുള്ള ആദില, നൂറയ്ക്കാണ്. കാരണം അവർ രണ്ടുപേരും ഒരുമിച്ചായതുകൊണ്ട് അത്രയും ടെൻഷനും കാര്യങ്ങളും ഒന്നും അവർക്ക് കാണാൻ ഇടയുണ്ടായി കാണത്തില്ല എന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. കാരണം അവർ പുറത്ത് നിൽക്കുന്ന പോലെ തന്നെയാണ് അതിൻ്റെ അകത്തും നിന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ബിഗ് ബോസ് സീസൺ 7 കപ്പ് അർഹതപ്പെട്ട ആളെ കയ്യിൽ കിട്ടട്ടെ എന്നാണ് ഞാനും കരുതുന്നത്. കാരണം ഇനിയിപ്പം ഓൾറെഡി ഈ സീസൺ കഴിഞ്ഞു. കാരണം അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഈ ഒരു ഗെയിമിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുള്ള എൻ്റെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും ഞാനും ഈ ഒരു ഷോ കഴിയുമ്പോഴത്തേക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യുവാണ്. ഇപ്പം ശൈത്യ തന്നെ കുറച്ച് ആൾക്കാർക്കും എൻ്റെ പേർക്കെതിരെയും കേസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കേസുമായിട്ട് അവർ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മളും അതനുസരിച്ചുള്ള പരിപാടികൾ ചെയ്യും, അത് വേറെ കാര്യം. പിന്നെ ഈ ഒരു ഷോ കണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് അതിൻ്റെ കാര്യങ്ങൾ നമ്മളെ അഭിപ്രായങ്ങൾ നമ്മൾ രേഖപ്പെടുത്തിയതല്ലാതെ ഇവരുമായിട്ടൊന്നും നമുക്ക് പേഴ്സണലായിട്ട് ഒരു പ്രശ്നവുമില്ല. ഇത് നമ്മൾ മാത്രമല്ല, ലോകം ലക്ഷക്കണക്കിന് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോയാണ്. അവരെ എല്ലാ അഭിപ്രായങ്ങളും ഈ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും കിടപ്പുണ്ട്. എല്ലായിടത്തും ഈ പറഞ്ഞിട്ടുള്ള ബിഗ് ബോസ് സംബന്ധമായിട്ടുള്ള എല്ലാ സൈറ്റിനകത്തും എല്ലാ ചാനലിനകത്തും ഓരോ ആൾക്കാർ രേഖപ്പെടുത്തിയിട്ടുള്ള അഭിപ്രായങ്ങളെല്ലാം ഇപ്പോഴും കിടപ്പുണ്ട്. അത് അങ്ങനെയാണ്. ഇതൊരു ബിഗ് ബോസ് ഷോയാണ്. ഇത് ടോക്സിക് ആയിട്ടുള്ളൊരു ഷോയാണ്. ഈ ഷോ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് കയറിപ്പോകുന്ന ആൾക്കാരാണ് എല്ലാ ആൾക്കാരും. അല്ലാതെ ഇതെന്താണെന്ന് അറിയാതെയല്ല ഓരോ ആൾക്കാരും കയറിപ്പോകുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ഇപ്പം ശൈത്യയുടെ കേസിൻ്റെ കാര്യം വന്നതിന് ശേഷം ഞാൻ വീണ്ടും ഒരു കാര്യം കൂടെ കണ്ടു. ഈ ശൈത്യയെ കട്ടപ്പയെന്ന് ശൈത്യയുടെ അമ്മ തന്നെയാണ് ആദ്യം അഭിസംബോധന ചെയ്തത്. അതും ഇപ്പം വെളിയിൽ വന്നിട്ടുണ്ട്. അതൊക്കെ അവർ മുക്കിയിട്ടുണ്ട്. ഇതൊക്കെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മളും എടുത്ത് വെളിയിലോട്ടിടും, അത് വേറെ കാര്യം. അപ്പം എന്തായാലും ബിഗ് ബോസിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഇവിടെ തീരുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഇനി ഇവരെ വെളിയിറങ്ങി കഴിഞ്ഞിട്ട് ഇവർ ബിഗ് ബോസ് കളിക്കുമെങ്കിൽ അതുമായിട്ട് ഞാനും വരുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരെയും സപ്പോർട്ടും സ്നേഹവും ഇനിയും ഉണ്ടായിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരെയും അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. നമുക്ക് കപ്പ് ആര് തൂക്കും എന്ന് നമുക്ക് കാത്തിരിക്കാം.